നമസ്കാരം. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ചാണ്. അപ്പം എനിക്കതിനകത്ത് പറയാനുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒത്തിരി വിമർശനങ്ങൾ, ഒത്തിരി ചർച്ചകൾ, പല കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പല കാര്യങ്ങളും യൂട്യൂബിലും അവിടെ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും കേരളത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. അപ്പം ഈ ഫിലിം ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ബുക്ക് ലവേഴ്സ്, അങ്ങനെ പല മ്യൂസിക് ലവേഴ്സ്. അപ്പം സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അതായത് കഥകളി അറിഞ്ഞുകൂടാത്തവർ കഥകളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന കണക്കാണ് എമ്പുരാനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് 27-ാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ട്രിവാൻഡ്രത്ത് എന്തായാലും പറയുന്ന ട്രിവാൻഡ്രത്ത് എന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്ന ഏരീസ് പ്ലസ്, ബാഹുബലിയുടെ പ്രൊഡ്യൂസർ അവിടെ നിന്ന് ഇവിടെ വന്ന് ട്രിവാൻഡ്രത്ത് വന്നാൽ പുള്ളിയുടെ സിനിമ കണ്ടത്. അപ്പോൾ ഞാൻ ആ തിയേറ്ററിനെ കുറിച്ച് വേറെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എന്നാലും പറയുകയാണ്. 2 പ്രൊജക്ഷനിലൂടെ 4K പ്രൊജക്ഷനാണ്. അപ്പം അന്ന് ബാഹുബലി നമ്മൾ സാധാരണ സർക്കാർ തിയേറ്ററുണ്ട് തിരുവനന്തപുരത്ത്, 5 എണ്ണം ഉണ്ട്, അതിലാണ് കണ്ടത്. രണ്ടാമത് ഈ തിയേറ്ററിൽ കണ്ടു. ശരിക്കും അത് നമ്മൾ കാണുമ്പോഴാണത് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സിനിമ ആയാലും പുസ്തകമാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാതെ ആണ് പലപ്പോഴും അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് 17 കട്ട് ചെയ്യുന്നവർ പറഞ്ഞു, വെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സെൻസർ ചെയ്യുന്നതിന് മുമ്പ് കാണാനായിട്ട് ഒന്നും കൂടെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു. കലാഭവൻ എന്ന് പറയുന്ന തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടി. അത് ഇന്നലെയാണ് ടിക്കറ്റ് കിട്ടിയത്. എന്തായാലും അവിടെ ചെന്നപ്പം അതിലെ സീൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ടു. ഏകദേശം 3 മണിക്കൂറുണ്ട് സിനിമയിൽ. ഇവരാരും പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് സിനിമയിൽ കാണാൻ പറ്റിയില്ല. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും എഴുതിയത് മുരളി ഗോപിയാണ്, ഭരത് ഗോപിയുടെ മോനാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചങ്ങമ്പുഴ, കേരളത്തിലെ ചങ്ങമ്പുഴ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് പുള്ളി MA മലയാളത്തിന് പഠിക്കുമ്പം പുള്ളിയുടെ ഒരു അധ്യാപകൻ വന്ന് ഒരു കവിത പഠിപ്പിക്കുകയാണ്. അങ്ങ് പഠിപ്പിച്ച് ഇപ്പോൾ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുന്ന നമുക്ക് നെഗറ്റീവായിട്ടില്ല, അത് പോസിറ്റീവായിട്ട് പറഞ്ഞ് അങ്ങനെ ചങ്ങമ്പുഴ പറയുകയാണ്, എൻ്റെ കവിതയിൽ ഇത്രയധികം കാര്യങ്ങളുണ്ടോ. അപ്പോൾ ഇവിടെയും മുരളി ഗോപി സ്വപ്നത്തിൽ പോലും കേട്ടിട്ടും കണ്ടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ചങ്ങമ്പുഴയുടെ അധ്യാപകൻ ചങ്ങമ്പുഴയുടെ കവിതയെക്കുറിച്ച് പറയുന്നത് പോലെയാണ് സിനിമ. ഇനി അവിടെ ചങ്ങമ്പുഴയ്ക്കൊരു പരീക്ഷ ഇട്ട് ചങ്ങമ്പുഴയ്ക്ക് 4-ാം സ്ഥാനമാണ്. അപ്പം സ്വന്തം കവിതയ്ക്ക് മാർക്കിടുന്ന ആരാ എന്ന് പറയുന്ന കണക്ക് സിനിമ ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റാണ്. ബുക്ക് അതൊരു ഇൻ്റർനാഷണൽ ഫിനോമിനയാണ്. മ്യൂസിക് ഇതെല്ലാം യൂണിവേഴ്സൽ ഫിനോമിനയാണ്. ഇതിന് ലവേഴ്സുണ്ട്. അപ്പം അവരാണ് പറയേണ്ടത് ഈ സിനിമയെക്കുറിച്ച്. അല്ലാതെ തിയേറ്ററിൽ പോയി ഇതുവരെ സിനിമ കാണാത്തവർ യൂട്യൂബിലൊരു റിവ്യൂ ഇടാനും ലൈക്കിനും വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനം കേട്ടിട്ടാണ് ഈ സിനിമയെക്കുറിച്ച് ഇവർ തകർത്തടിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ടതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ PVR എന്ന് പറയുന്ന ഒരു സിനിമ കോൺസെപ്റ്റ്, ചെയിൻ ഓഫ് തിയേറ്റേഴ്സാണ്, വേൾഡ് ഓവറല്ല, ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് അവർ. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്ന് സിനിമ കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലുലു മോളിലുണ്ട്, 12 സ്ക്രീനുണ്ട്. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ലുലു മോൾ. അപ്പോൾ നടന്നങ്ങോട്ട് കയറിയാൽ മതി. അപ്പോൾ അവർക്ക് സിനിമ പാസ്സുണ്ട്. 1000 രൂപ കൊടുത്താൽ നമുക്ക് 5 സിനിമ 6 സിനിമ കാണാം. അപ്പം അവിടെ നിരന്തരം സിനിമയ്ക്ക് ഞാൻ പോകുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഈ ടിക്കറ്റ് ഇന്നലെ കിട്ടിയത് കലാഭവൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ തിയേറ്ററിലാണ്, ബാൽക്കണിയിലാണ്. ശരിക്കും ഞാൻ സിനിമ കണ്ടിട്ട് എന്തൊരു ലോ ക്വാളിറ്റി തിയേറ്ററാണ്. ശരിക്കും നമ്മൾ ഇവിടെ സിനിമ കാണാൻ പാടില്ല. ആ മുഖ്യമന്ത്രി ചെയ്തതാണ് ശരി.
മുഖ്യമന്ത്രി കണ്ടത് ലുലു മോളിലെ PVRലാണ്. എൻ്റെ ഫോട്ടോ എല്ലാവർക്കും കാണാം. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരു കണ്ടൻറ് ബേസ്ഡ് മാത്രമല്ല, ഇതൊരു വിഷ്വൽ കമേഴ്ഷ്യൽ ഫിലിമാണ്. ഇത് നമ്മൾ കാണുമ്പോൾ അതിൻ്റേതായ ഗംഭീരമായിട്ടുള്ള ആ ഒരു വിഷ്വൽ എഫക്റ്റ് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇതായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസ്. ഇന്ന് ഏരിയസ് പ്ലസ്സിൽ ഇന്ന് 11 മണിക്ക് ഷോ ഉണ്ട്. ഒരേ സിനിമയാണ്, രണ്ടാമത് ഇന്ന് പോവുകയാണ്. അപ്പം ഈ ചങ്ങമ്പുഴയുടെ കാര്യം പറഞ്ഞ കണക്കാണ്. ഈ രാജ്യത്ത് ഇവർ എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയും. ഫാസിസം, അർബൻ നക്സലേറ്റ്, നമുക്ക് പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും ഇവരുടെ നിന്ന്. ഇവർ എന്താണ് പറയുന്നത്? ഒരു സിനിമ, സൽമാൻ റഷ്ദി, അയാളൊരു ബുക്ക് എഴുതി. അതിൻ്റെ പേരും എന്തോ സാത്താനിക് എന്തോ ആണെന്ന് തോന്നുന്നത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അയാൾ ഇന്ന് വരെ പുറം ലോകം കണ്ടിട്ടില്ല. ഇപ്പം ഇതാണ് ആൾക്കാർ. സെൻസർഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ലോകത്തെവിടെയില്ല. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ ഇടയ്ക്കൊരു മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിനുമുമ്പ് ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി മലയാളത്തിൽ. ഇതൊക്കെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ദൃശ്യം മോഡൽ ക്രൈംസ് ഇഷ്ടം പോലെ കേരളത്തിലുണ്ടായി. സിനിമ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൃശ്യം നമുക്ക് തന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതാണ് ആദ്യത്തെ 100 ക്ലബിൽ കയറിയ സിനിമ. മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. 100 ക്ലബ്ബ്, 100 കോടി. ഇന്നും സുരേഷ് കുമാറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ അസോസിയേഷനൊക്കെ പറയുകയാണ് ഇതൊക്കെ വെറും ഗിമ്മിക്കാണെന്ന്, എന്നുവെച്ചാൽ ഇതെല്ലാം ഫ്രോഡാണെന്ന്. ഈ പറയുന്ന കാര്യം അത് എന്ന് പറയുന്ന അവിടെ നിന്ന് ലൂസിഫർ 150 ക്രോസ് ചെയ്തു. അപ്പോഴും പറഞ്ഞ് ഇത് കളിപ്പീരാന്ന്. മഞ്ഞുമല എന്ന് പറയുന്ന ഒരു സിനിമ, ബോയ്സ് എന്ന് പറയുന്ന സിനിമ 220 കളക്ട് ചെയ്തു. പിൽക്കാലത്ത് റെയ്ഡ് വന്നപ്പോൾ അവർ പറഞ്ഞ് 140 കളക്ട് ചെയ്തുള്ളൂ. എന്തായാലും ശരി, ഇത് 250 ക്രോസ് ചെയ്തു. ഒരു സിനിമ ജനപ്രിയമാണ് ജനങ്ങളുടെ മനസ്സിൽ. അത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ, അതാണ് പിന്നെ ഇറങ്ങിയ 100 കോടി ക്രോസ് ചെയ്ത്. അതാണ് ആദ്യത്തെ 100 കോടി. ദൃശ്യം 100 കളക്ട് ചെയ്തില്ല, 70-80 കളക്ട് ചെയ്തിട്ടുള്ളൂ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ മലയാളിക്കും ആ സിനിമ ഇഷ്ടമാണ്. എന്തോ ആ സിനിമയിലുള്ളത്, ഒരു പുലിയെ പിടിക്കുന്ന കഥ. ഇതെങ്ങനെ മലയാളികളുടെ ഹൃദയത്തിൽ, എങ്ങനെ ഇത് ലോക പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറി? സിനിമ എന്ന് പറയുന്നത് അതാണ്. ഇവരെന്തുവാണ് ഈ സിനിമയെക്കുറിച്ച് വിമർശിക്കുന്നത്? ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും ഹിന്ദുക്കളിൽ കുട്ടിച്ചാത്താൻ സേവയുണ്ട്, അല്ലെങ്കിൽ പല സേവകളുണ്ട്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ജീസസ് ക്രൈസ്റ്റ് പോസിറ്റീവാണ്, ലൂസിഫർ നെഗറ്റീവാണ്, അതൊരു ഏഞ്ചലാണ്. ഇതെല്ലാം മതത്തിലുമുണ്ട്. ഇത് ബൈബിളിനെ കോട്ട് ചെയ്താണ് ആ സിനിമയിൽ പറയുന്നത്, അല്ലാതെ ചുമ്മാ ചപ്ലാന്തിയൊന്നുമല്ല. റിസർച്ച് നടത്തിയിട്ടാണ് അവരെടുത്തേക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത്, ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ അഭിപ്രായം പറയണമെങ്കിൽ നമ്മളിത് കാണണം. ഞാൻ ഇന്നലെ കണ്ടു. ലോ ക്ലാസ് തിയേറ്റർ, ലോ ക്ലാസ് സൗണ്ട് പെർഫോമൻസ് സിനിമ കണ്ടില്ലെങ്കിലും വേണ്ട. ഇവരെന്തിനാണ് തിയേറ്റർ തുറന്നു വെച്ചേക്കുന്നത്? നാട്ടുകാരെ പറ്റിക്കാം. അപ്പം ഇന്ന് രണ്ടാമത് പോവാണ്. ഇനി രണ്ടാമത് പോകുമ്പോഴും ഇനി ആൾക്കാർ പറയും ഐമാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഐമാക്സിൽ വേണം കാണാൻ. അതും ട്രിവാൻഡ്രത്ത് അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ TV ഉണ്ട്. എത്ര വീട്ടിൽ 4K ഉണ്ട്? ഇല്ലെങ്കിൽ നമ്മളൊരു 4K TV കാണണം, ഒരു ഷോറൂമിൽ ചെന്ന് കാണണം. ഇത് തങ്ങളിൽ എന്തോന്ന് പറയുന്ന കമ്പാരബിളേ അല്ല. അപ്പോൾ 4K പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്നത് അതിനപ്പുറത്തേക്കാണ് ഐമാക്സ്. പക്ഷേ ഈ സിനിമ ഐമാക്സ് ഫോമാറ്റിലല്ല, അതുകൊണ്ട് ഒറിജിനൽ ഐമാക്സിൻ്റെ ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒരു സിനിമയിൽ ഇത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറമുണ്ട്. ഇതൊന്നും പഠിക്കാതെ, ഒരു ചക്കയും മാങ്ങയാറിനൂടാതെ ഇവിടെ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനും, ഈ അഭിപ്രായം കേട്ടിട്ട് ഇത് തത്തമ്മേ പൂച്ച എന്ന് പറയാൻ കുറേ ആൾക്കാരും. ഞാൻ എന്തായാലും ഇന്ന് സിനിമ കണ്ടിട്ട് അടുത്ത അഭിപ്രായം കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യും.
താങ്ക് യു.